ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 3, 18 തിരുവചനം. അവനിൽ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 18 തിരുവചനത്തിൽ വിശ്വാസവും ന്യായവിധിയും എന്ന 2 വിഷയങ്ങൾ നാം കാണുന്നു. ഇത് നമുക്ക് പ്രാർത്ഥനയോടെ ധ്യാനിക്കാം. ന്യായവിധി എന്നാൽ ശിക്ഷാവിധി എന്നർത്ഥം. അത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണമായ നിത്യമരണമാണ്. അത് ആത്മാവിൻ്റെ മരണമാണ്, ശാരീരിക മരണമല്ല. അടുത്തതായി ഈ വചനത്തിൽ കാണുന്നത് വിശ്വാസമാണ്. ദൈവപുത്രനിലുള്ള വിശ്വാസത്തിലൂടെ ആ ന്യായവിധിയിൽ നിന്നും നാം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുവെന്നു ഈ വചനം പറയും. ഈ വചനത്തിൻ്റെ ഈ 2 കാര്യങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ഈ ഭൂമിയിലെ ഓരോ മർത്യനും അത്യന്താപേക്ഷിതമായിരിക്കുന്ന 2 വിഷയങ്ങളാണ് നാം ധ്യാനിക്കുക. ഒന്ന്, ദൈവത്തിലുള്ള വിശ്വാസം. ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്നു. ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ശിക്ഷാവിധി ഒന്നുമില്ല എന്ന് യേശു ക്രിസ്തുവിൻ്റെ അരുമശിഷ്യനായ പൗലോസ് റോമാലേഖനത്തിലൂടെ സൂചിപ്പിക്കുന്നു. ന്യായവിധി ഉണ്ടാകുന്നത് അവിശ്വാസികൾക്കാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ന്യായവിധിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് ന്യായവിധി ആദ്യമായി ഉണ്ടാകുന്നത് അവിശ്വാസികൾക്കെന്നാണെന്ന് പ്രത്യേകം നമുക്ക് കാണാം. ഇവിടെ കേൾവിക്കാരായ ഓരോ ശ്രോതാക്കൾക്കും ആവശ്യം വേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. ആ ദൈവം നമ്മെ രക്ഷിക്കുന്നു, ആ ദൈവം നമ്മെ വിടുവിക്കുന്നു, പ്രത്യേകിച്ച് ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്നു എന്ന തിരിച്ചറിവ് നാം പ്രാപിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം വഴി ന്യായവിധിയിൽ നിന്ന് പുറത്തു കടക്കുവാനായിട്ട് സാധിക്കും. ഈ ന്യായവിധി ന്യായമായ വിധിയാണെന്ന് നാം മറക്കരുത്. അത് ദൈവം വച്ച വ്യവസ്ഥയാണ്. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനും അവിശ്വസിക്കുന്നവർക്ക് നിത്യനരകവും ദൈവത്തിൻ്റെ സ്വർഗീയ കോടതിയിലെ ലംഘിച്ചുകൂടാത്ത നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ ന്യായവിധിയെ മാറ്റുവാനായിട്ട് ദൈവപുത്രനായ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നമുക്കാവശ്യം ദൈവപുത്രനായ ക്രിസ്തു യേശുവിലുള്ള വിശ്വാസമാണ്. ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം നമ്മെ നിത്യമായ ന്യായവിധിയിൽ കടക്കാതെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, അഥവാ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ, അഥവാ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് നാം കാണുന്നത്. ഇത്രയും വലിയ സ്നേഹം ദൈവം നമ്മോട് കാണിച്ചുവെങ്കിൽ നമുക്ക് അതിന് പകരമായി ദൈവം ആവശ്യപ്പെടുന്നത്
കേവലം അവിടുത്തെ പുത്രനായ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമാണ്. അതിലൂടെ രക്ഷയും നിത്യജീവനും ന്യായവിധിയിൽ നിന്ന് മോചനവും ലഭിക്കുന്നു. ആമേൻ.